വെൽക്കം ബാക്ക് ടു ദ ഹെവൻ ഓഫ് സ്റ്റോറി ടെല്ലർ. നിനക്കായി ഭാഗം 26 തുടരുന്നു. രാത്രി എല്ലാവരും ഉറക്കത്തിനായി കാത്തിരിക്കുമ്പോൾ അതിനു കഴിയാതെ ചിലർ ആ ബംഗ്ലാവിൽ ഉണ്ടായിരുന്നു. സന്തോഷമാണോ സങ്കടമാണോ എന്നറിയാതെ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിയാതെ ബെഡിലേക്ക് വീണ് കരയുകയാണ് നിധി. കരച്ചിൽ കൂടുന്നതിനനുസരിച്ച് എന്തൊക്കെയോ പദം പറഞ്ഞുകൊണ്ടിരുന്നു. ജീവേട്ടാ, ഞാൻ വരുവാ. എന്താ എന്നെ തേടി വരാതിരുന്നത്? എന്താ ഏട്ടനെ തേടി വരാതിരുന്നത്? എന്നെ മറന്നത് കൊണ്ടാണോ? വിങ്ങിപ്പൊട്ടി അവൾ ചോദിച്ചുകൊണ്ടിരുന്നു. സന്തോഷവും പരിഭവവും അവളുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നു. ഇത്രയും നാൾ താൻ ഇവിടെ നിന്ന് അവസ്ഥ അവളിൽ നിറഞ്ഞു. പലതും മറക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് സമ്മതിക്കില്ല എന്ന പോലെ പിന്നെയും പലത് അവളുടെ ഉള്ളിൽ നിറഞ്ഞു. അതിൽ അതിർവിൽ നിന്നുണ്ടായ അനുഭവം ഉണ്ടായിരുന്നു. പെട്ടെന്ന് അവൻ തന്നോട് ചെയ്ത ഓരോ കാര്യങ്ങൾ ഓർത്തതും അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു തിരയിളക്കമുണ്ടായി. മറ്റൊരു പുരുഷൻ തന്നെ ജീവേട്ടൻ അറിഞ്ഞ് എന്നോട് വെറുപ്പ് തോന്നുമോ? എന്നെ വെറുക്കുവോ? അങ്ങ് ഓർമ്മയിൽ അവൾ നടുങ്ങി. എന്ന് അവൾ പിന്നെയും പലതും പറഞ്ഞ് തന്റെ മനസ്സിനെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു. ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്നെ വെറുക്കാൻ ഏട്ടന് കഴിയില്ല, ഉറപ്പാണ്. തന്റെ ഉള്ളിലെ വേദന സഹിക്കാൻ കഴിയാതെ ബെഡിലേക്ക് വീണ് കരഞ്ഞ് നിധി എന്ത് ചെയ്യണമെന്നറിയാതെ കണ്ണുകൾ അടച്ചു കിടന്നു. ആ സമയങ്ങളിലെല്ലാം അതർവിന് അവൾക്കുള്ളിലുള്ള വെറുപ്പിന് ആഴം കൂടുകയായിരുന്നു. ഇതേ സമയം അവളുടെ ഉള്ളിലെ ചിന്തകൾ ഒന്നും തന്നെ അറിയാതെ അതർ തന്റെ ഉള്ളിൽ പുകയുന്ന തീയണയ്ക്കാൻ കഴിയാതെ ഉരുകുകയായിരുന്നു. മെലി, അവൾ പോവുകയാണ്. ആദ്യമായി അവൻ അവളോട് പോകരുതെന്നും താൻ അവൾക്ക് ആരാണെന്നും ഒക്കെ വിളിച്ചു പറയാൻ തോന്നി. അതർവിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതിന് പറ്റുന്ന അവസ്ഥയുമായിരുന്നില്ല. അവൾക്ക് അവനോടുള്ളത് വെറുപ്പാണ് എന്നും അത് എത്രത്തോളം ഉണ്ട് എന്നും അവൻ മനസ്സിലാകുന്നത് പോലെ മറ്റൊരാൾക്ക് മനസ്സിലാവില്ല. സത്യമാണ്. സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. അതർവിന്റെ പ്രവൃത്തി എല്ലാം കണ്ടുകൊണ്ട് സ്റ്റീവ് അവിടെ ഉണ്ടായിരുന്നു. അവനെ പോയി സമാധാനിപ്പിക്കാനോ ഒന്നും തന്നെ ചെയ്യാനോ അവനും കഴിഞ്ഞില്ല. അല്ലെങ്കിൽ സ്റ്റീവ് അതിന് തുനിഞ്ഞില്ല. കാരണം സ്റ്റീവ് ആ സമയങ്ങളിൽ ആരുടെ ഭാഗത്ത് നിൽക്കണം എന്ന അവസ്ഥയിൽ തന്നെയായിരുന്നു. അത് മനസ്സിലാകാനും അവനും പറ്റുന്നില്ലായിരുന്നു. നിധിയോട് അവൾ ആരാണെന്നും താൻ അവൾക്കാരാണെന്നെല്ലാം വിളിച്ചു പറയാൻ അവന്റെ ഉള്ളിൽ പറയുന്നുണ്ടായിരുന്നെങ്കിലും എന്തൊക്കെയോ കാര്യങ്ങൾ അവനെയും തടഞ്ഞുകൊണ്ടിരുന്നു. കണ്ണുകൾ അടച്ച് അതർ തന്റെ മനസ്സിനെ വരുതിയിലാക്കാൻ ശ്രമിച്ചു. എന്നിട്ട് തന്റെ ലാപ്ടോപ്പിലേക്ക് നോക്കി. കുറച്ച് ദിവസങ്ങളായി ഒന്നിലും ശ്രദ്ധയുണ്ടായിരുന്നില്ല. കമ്പനി കാര്യങ്ങൾ താൻ ചെയ്തില്ലെങ്കിൽ പോലും അത് സ്റ്റീവ് ചെയ്യുമെന്നൊരു ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അതിലൊന്നും താൻ ശ്രദ്ധ കൊടുക്കാതെയും വരുന്നത്. ശരിയാണ്, മെലിയുടെ കാര്യങ്ങൾ അറിഞ്ഞതിൽ പിന്നെ താൻ പല കാര്യങ്ങൾ മറന്നു. തന്റെ മകൻ അതുപോലെ താൻ മറന്നിരിക്കുന്നു. അത് ഓർമ്മകളെ കൺട്രോൾ ചെയ്തുകൊണ്ട് തന്റെ ജോലിയിലേക്ക് തിരിഞ്ഞു. എന്നിട്ട് ലാപ്ടോപ്പ് എടുത്ത് തുറന്നു. ലാപ്ടോപ്പ് തുറന്നു നോക്കിയാൽ അതൊരു സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. എന്നാൽ താൻ കണ്ടത് ശരിയാണോ എന്ന് ഉറപ്പിക്കാൻ അതിൽ കണ്ട വീഡിയോ, ഫോട്ടോസ് എല്ലാം നോക്കി. എന്നിട്ടും ഉറപ്പിക്കാൻ കഴിയാതെ അവൻ പലരെയും വിളിച്ച് അതിലെ സത്യം മനസ്സിലാക്കി. കുറച്ച് സമയങ്ങൾക്ക് ശേഷം സ്റ്റീവ് അതർഫ് പറയുന്നത് വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുകയാണ്. നീ എന്തൊക്കെയാണ് പറയുന്നത്? സത്യമാണ് സ്റ്റീവ്, ജീവൻ ഗുഡ് മാരീഡ്. എടാ, സത്യമാണ്. പക്ഷെ എനിക്കൊന്നും. അതർവന് സ്റ്റീവിന്റെ നിൽപ്പ് കണ്ട് വേദന നിറഞ്ഞു. ഇത് സത്യമാണെങ്കിൽ മിലി അവൾ എങ്ങനെ? സ്റ്റീവിന്റെ ചോദ്യത്തിന് പക്ഷെ ഉത്തരം പറയാനാകാതെ അതർ പകച്ചുപോയി. തുടർന്ന്